6ാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ ലിസാനുൽ ഖുർആൻ. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള 5, 6, 7 എന്നീ 3 പാഠങ്ങളുടെ റിവിഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റു 2 വീഡിയോയുടെ ലിങ്ക് കമൻറ്റിലുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രയാസമുള്ള ഭാഗങ്ങൾ, വാക്കുകളിലുള്ള വൈരുദ്ധ്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ എല്ലാം കൃത്യമായി എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ വിവരിക്കുന്ന വളരെ യൂസ്ഫുള്ളായ ഉപകാരപ്രദമായ വീഡിയോ ആണ്. മുഴുവൻ തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അദ്ദർസുൽ ഖാമിസ്, പാഠം 5. അവ്വലു ബൈത്തിൻ വുളിയ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിതമായ ആദ്യ ഭവനം. അൽ കഅബത്തു ഷരീഫത്തു ഖിബ്ലത്തുൽ മുസ്ലിമീൻ, പരിശുദ്ധമായ കഅബ മുസ്ലിമീങ്ങളുടെ ഖിബ്ലയാണ്. അൽ കഅബത്തു ഫി മക്കത്തൽ മുകറമത്തി, പവിത്രമായ മക്കയിലാണ് കഅബ നിലകൊള്ളുന്നത്. അൽ മുസ്ലിമൂന യതൂഫൂന ബിൽ കഅബത്തി, മുസ്ലിമീങ്ങൾ കഅബയെ വലയം ചെയ്യുന്നു. ബനാഹ ഖലീലുല്ലാഹി ഇബ്രാഹീമു വഇബ്നുഹു ഇസ്മാഈലു അലൈഹിമസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടിയാണ് കഅബ നിർമ്മിച്ചത്. വദഅ ഇബ്രാഹിമു അലൈഹിസ്സലാം അന്നാസ ഇലൽ ഹജ്ജ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാനവ സമൂഹത്തെ ഹജ്ജിലേക്ക് ക്ഷണിച്ചു. അൽ കഅബത്തു അവ്വലു ബൈത്തിൻ വുളിയ ലിഇബാദത്തില്ലാഹി വഹ്ദഹു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി സ്ഥാപിതമായ ആദ്യത്തെ ഭവനമാണ് കഅബ. നഖ്റഉൽ ജുമല ഫി ആദിഹിൽ ഫിക്ര, ഈ പറഞ്ഞ പാരഗ്രാഫിലെ ജുംലകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അൽ കഅബത്തു ഖിബ്ലത്തുൽ മുസ്ലിമീൻ, അൽ കഅബത്തു ഫി മക്ക, മുസ്ലിമീങ്ങളുടെ ഖിബ്ല കഅബയാണ്, മക്കയിലാണ് കഅബ. അൽ കഅബത്തു അവ്വലു ബൈത്തിൻ വുളിയ ലിഇബാദത്തില്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ആദ്യത്തെ ഭവനമാണ്. കുല്ലും മിൻ ആദിഹിൽ ജുമലു തുബ്ദഉ ബിഇസ്മിൻ, നമ്മൾ ഈ വായിച്ച എല്ലാ ജുംലകളിലും തുടങ്ങുന്നത് ആദ്യത്തെ പദം ഇസ്മാണ്, ഇസ്മ കൊണ്ടാണ് തുടങ്ങുന്നത്. അൽ ജുംലത്തുല്ലത്തി തുബ്ദഉ ബി ഇസ്മിൻ തുസമ്മ ജുംലത്തൻ ഇസ്മിയ, ഇസ്മ അഥവാ നാമം കൊണ്ട് തുടങ്ങുന്ന ജുംലകൾക്ക് ഇസ്മിയായ ജുംല എന്ന് പറയുന്നു. അൽ കലിമത്തുൽ ഊല മിനൽ ജുംലത്തിൽ ഇസ്മിയ തുസമ്മ മുബ്തദഅത്തൻ വസാനി ഖബറൻ, ഇപ്രകാരം ഇസ്മിയായ ജുംലയിലെ ആദ്യത്തെ പദം, നമ്മൾ ഈ ഇസ്മ കൊണ്ട് തുടങ്ങി എന്ന് പറഞ്ഞ ആ ആദ്യത്തെ പദം മുബ്തദ എന്ന പേരിലാണ് അറിയപ്പെടുക. അതിൻ്റെ ശേഷം വരുന്നത് ഖബറായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം മുബ്ത, ഖബർ ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ ഒരു അർത്ഥമുള്ള വാക്കായി മാറും. ഇനി നമുക്ക് താഴോട്ട് നോക്കാം. നഖ്റഉ അംസിലത്തൻ ഉഖ്റ ലിൽ ജുംലത്തിൽ ഇസ്മിയ, ഇസ്മിയായ ജുംലക്ക് നമുക്ക് മറ്റു ഉദാഹരണങ്ങൾ വായിക്കാം. അല്ലാഹു ഗഫൂറുൻ, അള്ളാഹു പൊറുക്കുന്നവനാണ്. വളരെ എളുപ്പമാണ്. അള്ളാഹു ഒരു ഇസ്മാണ്. അള്ളാഹു എന്നുള്ളത് മുബ്തയാണ്, ഗഫൂറുൻ എന്നുള്ളത് ഖബറാണ്. കാരണം അത് രണ്ടാമത്തത് വന്നതാണ്. അൽ മദ്രസത്തു കബീറത്തുൻ, വിദ്യാലയം വലുതാണ്. മദ്രസ എന്നുള്ളത് മുബ്തയാണ്. അതിനുശേഷം വന്ന രണ്ടാമത് വന്ന കബീറത്തുൻ എന്നുള്ളത് അതിൻ്റെ ഖബറാണ്, ആ മുബ്തദയുടെ ഖബറാണ്. അൽ ഇമാമു മുഖ്ലിസുൻ, ഇമാമു നിഷ്കളങ്കനാണ്. അപ്പോൾ ഇമാം എന്നുള്ളത് മുബ്തയാണ്, അത് ഇസ്മാണ്. മുഖ്ലിസുൻ എന്നുള്ളത് നിഷ്കളങ്കനാണെന്നുള്ളത് ഖബറുമാണ്. ആ ഇമാമിൻ്റെ ഖബറാണ് മുഖ്ലിസുൻ എന്നുള്ളത്. അൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, വിശ്വാസികൾ സഹോദരന്മാരാണ്. അൽ ഹദീഖത്തു ജമീലത്തുൻ, അൽ വലതു നായിമുൻ. ഇവിടൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ ആദ്യത്തെ മുബ്ത എന്ന് പറയുന്ന ആക്ക് ഫത്തഹ ആണോ കസ്റാണോ ലമ്മാണോ അത് തന്നെ ആയിരിക്കും രണ്ടാമത്തെ നമ്മൾ ഈ ഖബർ എന്ന് പറഞ്ഞ ആക്കും. ഇവർ രണ്ടുപേരും ആ വിഷയത്തിൽ യോജിച്ച് വരുന്നവരാണ്. അപ്പം മുബ്താൻ്റെ ഇഅ്റാബ്
അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിൻ്റെ ഹർക്കത്ത് അത് തന്നെ ഖബറിനും ഉണ്ടായേ പറ്റൂ. അത് നിങ്ങൾക്ക് എല്ലാ ഉദാഹരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അൽ വലതു നായിമുൻ, കുട്ടി ഉറങ്ങുന്നവനാണ്. വലതു നായിമുൻ. അത്തിഫിലാനി ഹുമാ ലാഗിബാനി, രണ്ട് കുട്ടികൾ കളിക്കുന്നവരാണ്. അള്ളാഹു ആകുന്നത് നൂറു, കണ്ടില്ലേ, അള്ളാഹു നൂറു സമാവാത്തി, അള്ളാഹു ആകാശങ്ങളിലെ വെളിച്ചമാണ്. അൽ മുസ്ഹഫു ഫി സുന്ദൂക്കി, മുസ്ഹഫ് പെട്ടിയിലാണ്. ഇവിടെ ഫി സുന്ദൂക്കി എന്നുള്ളതിൽ അതില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിക്കരുത്. കാരണം ഈ ഫി സുന്ദൂക്കി എന്നുള്ള രണ്ടും കൂടെ കൂടിയ ഒരു ജുംലയുണ്ട്, അതാണ് മുസ്ഹഫു എന്നുള്ളതിൻ്റെ ഖബറായി വരുന്നത്. അപ്പോൾ മുസ്ഹഫു എന്നുള്ളത് ഇവിടെ മുബത്ത് തന്നെയാണ്. പിന്നെ ഖബർ ഇവിടെ രണ്ടാമത് വരുന്ന ഫീ ആണോ ഖബർ? അല്ല. സുന്ദൂക്കാണോ? അതുമല്ല. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴൊരു ആശയമുണ്ട്, ആ ആശയമാണ് അവിടെ ഖബറായി വരുന്നത്. അൽ മദീനത്തു നളീഫത്തുൻ, അവിടെ ഓക്കെയാണ്. ചില ഉദാഹരണങ്ങളിൽ അങ്ങനെ വരും. അപ്പോൾ നമ്മൾ അങ്ങനെ അതിനെ വിശദീകരിക്കും. നഗരം വൃത്തിയുള്ളതാണ്. അസ്സോലിഹാത്തു സാജിദാത്തുൻ, സോലിഹത്തായ സ്ത്രീകൾ സുജൂദ് ചെയ്യുന്നവരാണ്. അനീസുൻ വ സലീമുൻ സ്വദീഖാനി, അനീസും സലീമും കൂട്ടുകാരാണ്. ഇനി നമുക്ക് ഈ പാഠത്തിലെ തദ്രീബാത്തിലേക്ക് വരാം. നുൻഷി ഉൽ ജുമലൽ ഇസ്മിയ ബി ഇസ്തിമാലി ആദിഹിൽ കലിമാത്ത്, താഴെ കൊടുത്തിരിക്കുന്ന വേർഡുകൾ കൊണ്ട് ഒരു ഇസ്മിയായ ജുംല ഉണ്ടാക്കാനാണ്. ബുക്ക് കയ്യിലുണ്ടായിരിക്കണേ. അൽ വലതു നായിമുൻ, ആൺകുട്ടി ഉറങ്ങുന്നവരാണ്. മുബത്തയാണ് ഖബറുമാണ്. അൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ. മുബത്തയാണ്. സാജിദൂന, വിശ്വാസികൾ സുജൂദ് ചെയ്യുന്നവരാണ്. അൽ ഹുജ്ജാജു ദാഹിബൂന, ഹാജിമാർ പോകുന്നവരാണ്. അൽ ബിന്തു ഖായിമത്തുൻ, കണ്ടില്ല, ബിന്തു ഖായിമത്തുൻ, മുബത്തയാണ് ഖബറാണ്, പെൺകുട്ടി നിൽക്കുന്നവളാണ്. അൽ മർഅത്താനി സാജിദത്താനി, രണ്ട് സ്ത്രീകൾ സുജൂദ് ചെയ്യുന്നവരാണ്. അസാരി ഉ മുജ്തഹിദുൻ, കർഷകൻ പരിശ്രമശാലിയാണ്. സഈദുൻ സാജിദുൻ, സെയ്ദ് സുജൂദ് ചെയ്യുന്നവനാണ്. സെയ്ദുൻ, കണ്ടില്ലേ, സാജിദുൻ. അർ റിജാലു ദാഹിബൂന, പുരുഷന്മാർ പോകുന്നവരാണ്. അൽ ഉലാമു നായിമത്തുൻ, കുട്ടി ഉറങ്ങുന്നവനാണ്. അൽ മദ്രസത്തു കബീറത്തുൻ, വിദ്യാലയം വലുതാണ്. അത്വാലിബത്തു നാളിറത്തുൻ, വിദ്യാർത്ഥിനി നോക്കുന്നവളാണ്. അസാഅത്തു ജദീദുൻ, വാച്ച് പുതിയതാണ്. സാഅത്തു ജദീദുൻ. അതുപോലെ തന്നെ അൽ ബിന്തു ഖദീമുൻ, അൽ ബൈത്തു ഖദീമുൻ, വീട് പഴയതാകുന്നു. അഷജറത്തു തൊവീലത്തുൻ, മരം നീളമുള്ളതാണ്. അഷാരിഉ വാസിഉൻ, റോഡ് വിശാലമുള്ളതാണ്. അൽ ബിന്തു സഗീറുൻ, പെൺകുട്ടി ചെറിയവളാണ്. അൽ മദ്രസത്തു നളീഫുൻ, മദ്രസ വൃത്തിയുള്ളതാണ്. അൽ ഹദീഖത്താനി ജമീലത്താനി, രണ്ട് പൂന്തോട്ടവും ഭംഗിയുള്ളതാണ്. ഇതൊക്കെ മുബത്തദയും ഖബറുമാണ്. ആദ്യത്തേത് മുബത്തദയും രണ്ടാമത്തേത് ഖബറുമാണ്. ഇനി നുമയ്യസുൽ ജുംലത്തുൽ ഇസ്മിയ വൽ ഫീലിയ, ഇസ്മിയും ഫീലിയുമായ ജുംലകൾ നമുക്ക് വേർതിരിക്കാനാണ്. അപ്പോൾ ഫീലിയായ ജുംല നമുക്കറിയാം, ക്രിയ വരുന്നതാണ്. ചാടി, ഓടി, കഴിച്ചു, കഴിക്കും, ഓടും, എഴുതും, ഇങ്ങനെ ക്രിയകൾ വരുന്നതൊക്കെ ഫീലിയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ക്രിയ അതിലുണ്ടെങ്കിൽ അതൊരിക്കലും എന്താവില്ല, അത് വിസ്മാവുകയില്ല. അപ്പോൾ ആ ക്രിയ തുടങ്ങുന്നത് നമുക്ക് ഫീലി എന്ന് വിളിക്കാം. ഇസ്മു കൊണ്ട് തുടങ്ങുന്നതിന് ഇസ്മി എന്നും വിളിക്കാം. ജലസ, ഇരുന്നു, കണ്ടില്ല, ഇരുന്നു എന്നുള്ളതൊരു പ്രവൃത്തിയാണ്. അപ്പോൾ അത് ഫീലിയായ ജുംല തന്നെ ആവുള്ളൂ. അൽ ഹരിമു അലൽ മക്കാദി. ഇനി യങ്റുൽ വലതു, കുട്ടി നോക്കുന്നു, കണ്ടില്ല, ഇലാ വജിയബി, ഉപ്പയുടെ മുഖത്തേക്ക്, അത് ഫീലിയാണ്. ഇനി അത്തോരിക്കു വാസിയുൻ, അത്തോരിക്കു എന്ന് പറഞ്ഞാൽ വഴി എന്താണ്, വാസിയുൻ വിശാലതയുള്ളതാണ്. അപ്പോൾ തോരിക്കു എന്നുള്ളത് ഇസ്മാണ്, അതുകൊണ്ട് അതെന്തായി, ഇസ്മിയായ ജുംലയായി. അൽ വലദാനി, രണ്ട് കുട്ടികൾ. അപ്പോൾ കുട്ടികൾ എന്നുള്ളത് ഇസ്മാണ്. ഹുമാ ദാഹിബാനി, അവർ പോകുന്നവരാണ്. ഇനി അസ്സമാവു, ആകാശം. ആകാശം എന്നുള്ളത് ഒരു വസ്തുവിൻ്റെ പേരാണല്ലോ. മുംതിറുൻ, മഴ വർഷിപ്പിക്കുന്നതാണ്, അതും ഇസ്മിയാണ്. ഇനി നുഅരിബു, അറബിയിലാക്കാനാണ്. മരം നീളമുള്ളതാണ്. അഷജറത്തു തൊവീലത്തുൻ, പുസ്തകം പുതിയതാണ്. അൽ കിതാബു ജദീദുൻ,
കുട്ടി ഖുർആൻ ഓതുന്നു. യഖ്റഉൽ വലതു അൽ ഖുർആന, പിതാവ് കർഷകനാണ്. അൽ വാലിദു ഫല്ലാഹുൻ, ഇനി സഹോദരൻ മക്കയിലേക്ക് പോകുന്നവനാണ്. അൽ അഖു ദാഹിബുൻ ഇലൽ മക്ക, ഞാൻ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. അന തിൽമീദും ഫിസ്സഫി സാദിസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അഷജറത്തു തൊവീലത്തുൻ, മരം നീളമുള്ളതാണ് എന്ന് പറയുമ്പോൾ മരം എന്നുള്ളതിൻ്റെ അറബി നമുക്കറിയാം അഷജറത്തു, നീളമുള്ളത് എന്നുള്ളതിൻ്റെ തൊവീൽ എന്നും അറിയാം. പിന്നെ ഈ ആണ് എന്നുള്ളതിൻ്റെ അറബി ഏതാണ്? ആ അറബിയാണ് നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ ആദ്യം മുബത്തതയും രണ്ടാമത്തത് ഖബറുമാക്കി കൊണ്ടുവന്നാൽ അത് രണ്ടും കൂടെ ചേരുമ്പോൾ അവിടെ ഒരു ജുംല രൂപാന്തരപ്പെടുന്നു. ആ ജുംലയിലൂടെ വരുന്നതാണ് ഈ ആണ് എന്നുള്ള അർത്ഥം. അപ്പോൾ ആ ഷജറത്തു എന്ന് ആദ്യം വെക്കുക. ഇനി ആ ഷജറത്തുവിൻ്റെ അതേ ലമ്മ് തന്നെ ലമ്മ് കൊടുത്തിട്ട് നീളമുള്ളത് കൊടുക്കുക. തൊവീൽ എന്ന് നമുക്കറിയാം. അപ്പോൾ തൊവീലത്തുൻ, അഷജറത്തു തൊവീലത്തുൻ. അപ്പം മരം നീളം ഉള്ളത് ആണ് എന്ന് വന്നു. അപ്പോൾ ഈ രൂപത്തിലാണ് ഈ പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഇസ്മിയായ ജുംലയുടെ ആദ്യത്തത് മുബത്തതയും രണ്ടാമത്തത് ഖബറുമാണ്. പിന്നെ അതിൻ്റെ പ്രയോഗങ്ങൾ വരുന്ന ആ ശൈലി പ്രത്യേകമായി നമ്മൾ നോട്ട് ചെയ്യുക. ചിലതിൽ നിന്ന് മുബത്താനെയും ഖബറിനെയും വേർപിരിക്കാനുണ്ടാവും. ചിലപ്പോൾ ഇസ്മിയായ ജുംലയും ഫീലിയായ ജുംലയും വേർപിരിക്കാനുണ്ടാവും. അതൊക്കെ അറിയണമെങ്കിൽ പാഠഭാഗവുമായി നമുക്ക് നല്ല ബന്ധമുണ്ടാവണം. നല്ലോണം ആവർത്തിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഉറപ്പായും നമുക്ക് മുഴുവൻ മാർക്കും ലഭിക്കാൻ കഴിയും. ഈ പാഠം അവസാനിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ചെയ്യുക. ഇനിയും വാർഷിക പരീക്ഷയുടെ വീഡിയോ ഒക്കെ വരാനുണ്ട്. വളരെ ഉപകാരപ്രദമായിരിക്കും. ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.